ഏർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, +2 ക്ലാസ്സിലെ 3rd യൂണിറ്റിലെ 2nd ചാപ്റ്ററാണ് സപ്നെ കാഫി ഹക്ക് നഹി. ഹക്ക് അവകാശം, സപ്നെ സ്വപ്നം. സ്വപ്നത്തിന് പോലും അവകാശമില്ല. ഡോക്ടർ ജെ ബാബുവാണ് എഴുതിയത്. അദ്ദേഹം സമൂഹത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ ആ ഒരവസ്ഥയാണ് ഇതിലൂടെ ചിത്രീകരിക്കുകയും ചെയ്യുന്നത്. പോയം നോക്കിയേ. एक कमरे वाली चौबड़ी में बच्चों के सो जाने पर मैं अपने मन दीवार पर अपना विस्तृत घर खींचने लगे. एक कमര മുറി ചോമ്പടി കുടിൽ ദീവാർ ഭിത്തി. ഇനി നോക്കി, ഇക്ക് കമരെ വാലി ചോമ്പടിയിൽ, അതായത് ഒരു മുറിയുള്ള കുടിൽ, അതായത് ദരിദ്രയായ ഒരു തൊഴിലാളി സ്ത്രീ അല്ലേ. ഒരു ഇക്ക് കമരെ വാലി എന്ന് വെച്ചാൽ ഒരു മുറിയുള്ള തൻ്റെ ചോമ്പടി കുടിലിൽ, ബച്ചോങ്കെ സോ ജാനെ പർ കുട്ടികൾ ഉറങ്ങിയപ്പോൾ, മേം അപ്പനെ മൻ ദീവാർ പർ തൻ്റെ മനസ്സാകുന്ന ഭിത്തിയിലെ അപ്പന വിസ്തൃത ഘർ കീഞ്ചിനെ ലഗി, അവർക്ക് വേണ്ടി അല്ലെ തനിക്ക് വേണ്ടി വിശാലമായ ഒരു വീടിൻ്റെ പ്ലാൻ നിർമ്മിക്കുവാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾ ഉറങ്ങിയപ്പോൾ തൻ്റെ മനസ്സാകുന്ന ഭിത്തിയിലെ വിശാലമായ ഒരു വീടിൻ്റെ പ്ലാൻ നിർമ്മിക്കാൻ തുടങ്ങി. खाने पीने सोने के अलग अलग कमरे, रसोई यदि बैठक के निकट रखती तो पूजा का कमरा कहाँ होगा. खाना पीना കുടിക്കുകയും കഴിക്കുകയും, അത് സോന ഉറങ്ങുക, അലഗ് അലഗ് വെവ്വേറെ, രസോയി അടുക്കള, ബൈഠകെ സ്വീകരണ മുറി, നികടെ സമീപം. ഇനി നോക്കിയാൽ ഖാനെ പീനെ സോനയ്ക്ക് ആഹാരം കഴിക്കുന്നതിനും ഉറങ്ങുന്നതിനും, അലഗ് അലഗ് കമരെ വെവ്വേറെ, അതായത് പ്രത്യേകം മുറികൾ, രസോയി യതി ബൈഠക് നികട് രഗിത്തോ അടുക്കളയുടെ സ്ഥാനം സ്വീകരണ മുറിയുടെ അടുത്താണെങ്കിൽ, പൂജാക്ക കമര കഹാ ഹോഗ പൂജാമുറിയുടെ സ്ഥാനം എവിടെ ആയിരിക്കണം. അടുത്ത് നോക്കിയേ. ഊപ്പർ കി മൻസിൽ മേ ഭഗവാൻ കോ ബിഠാനെ കാ കമര ഭി ബൻ ഗയാ തോ മേരി സമസ്യായും സഭി ദൂർ ഹോ ഗയി. ഊപ്പർ എന്ന് വെച്ചാൽ മുകളിൽ, മൻസിൽ നില, ഭഗവാൻ ബിഠാന ഇരുത്തുക, സമസ്യ പ്രശ്നം എന്നൊക്കെ. ഊപ്പർ കി മൻസിൽ മേ മുകളിലത്തെ നിലയിൽ, ഭഗവാൻ കോ ബിഠാനേക്ക പൂജാമുറി ഉണ്ടാക്കി അല്ലേ. അതിലാരെ ഇരുത്തുവാനെ? ഭഗവാനെ ഇരുത്താൻ തീരുമാനിച്ചാൽ, മേരി സമസ്യായും സഭി ദൂർ ഹോ ഗയി, എൻ്റെ പ്രശ്നങ്ങളെല്ലാം ദൂരീകരിക്കും എന്നൊക്കെ. ഊപ്പർ കി മൻസിൽ മേ ഭഗവാൻ കോ ബിഠാനെ കാ കമര ഭി ബൻ ഗയാ തോ, അതായത് മുകളിലത്തെ നിലയിൽ പൂജാമുറി ഉണ്ടാക്കി ഭഗവാനെ ഇരുത്തുവാൻ തീരുമാനിച്ചതോടെ തൻ്റെ എല്ലാ സമസ്യ പ്രശ്നങ്ങളും ദൂരീകരിക്കുകയും ചെയ്യും എന്നവർ ഓർക്കുന്നു. അടുത്ത് നോക്കി. കോൺക്രീറ്റ് കി ചത് എന്ന് വെച്ചാൽ റൂഫാണ്. കെ നീച്ചെ പീലെ रंग का दीवारों के मध्य में खिड़की दरवाजे सब रख दिए. അതായത് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ കോൺക്രീറ്റ്, ചത് റൂഫ് മേൽക്കൂര, പീല എന്ന് വെച്ചാൽ യെല്ലോ കളറാണ്, പീല രംഗ്, പിന്നെ ദീവാർ ഭിത്തി, മധ്യ ബീച്ച് നടുക്ക് എന്നുള്ളത്, കിടക്കി ജനൽ, ദർവാസെ വാതിൽ. ഇനി നോക്കിയേ. കോൺക്രീറ്റ് കി ചതുക്ക് കോൺക്രീറ്റ് കൂരയ്ക്ക്, നീച്ചെ പീലെ രംഗയ്ക്ക് താഴെ മഞ്ഞ നിറം പൂശിയ, ദീവാരോं के മധ്യമേ ഭിത്തിയുടെ മധ്യത്തിൽ, കിടക്കി ദർവാസെ സബ് രഖ് ദിയെ ജനലുകളും വാതിലുകളും പിടിപ്പിക്കപ്പെട്ടു. അതായത് കോൺക്രീറ്റ് കൂരയ്ക്ക് താഴെ മഞ്ഞ നിറം പൂശിയ ഭിത്തിയുടെ മധ്യത്തിൽ ജനലുകളും വാതിലുകളും പിടിപ്പിക്കപ്പെട്ടു. അടുത്ത നോക്കി. സംഗമർമർ की चमक के जमीन पर उसे चमक पर चमकती मेज़ें कुर्सियाँ टीवी ഹോം തിയേറ്റർ ബൈഠക് മേ ഫാത്തെ. സംഗമർമർ മാർബിൾ, ചമക്കിന തിളങ്ങുക, സെമീൻ ഭൂമി, മേശ കുർസിയാം കസേര എന്നൊക്കെ. സംഗമർമർ കി ചമക്ക് മാർബിൾ തറയിൽ, അതായത് തറയിൽ മാർബിളാണ്, അതിൻ്റെ ആ തിളക്കത്തിലെ. സെമീൻ പർ ഉസെ ചമക്ക് പർ ചമക്കത്തി മേസ് കുർസിയാം, തറയിൽ മാർബിളിൻ്റെ തിളക്കം, അതിൻ്റെ മുകളിൽ തിളങ്ങുന്ന എന്തൊക്കെയാണെന്നൊക്കെ മേശയും കസേരയും. ടി വി ഹോം തിയേറ്റർ, ടി വിയും ഹോം തിയേറ്ററും സ്വീകരണ മുറിയുടെ ബൈഠകിൻ്റെ എന്താണെന്നൊക്കെ ശോഭ വർദ്ധിപ്പിക്കുകയും ചെയ്യും. തറയിൽ എന്തിൻ്റെ തിളക്കം? മാർബിളിൻ്റെ തിളക്കം, അതിന് മുകളിൽ തിളങ്ങുന്ന മേശയും കസേരയും ടി വിയും ഹോം തിയേറ്ററും അല്ലേ, എല്ലാം കൂടി സ്വീകരണ മുറിയുടെ ശോഭ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവിടെ നോക്കിയേ. ഗ്രാനൈറ്റ് ചമക്കത്തി രസോയിമേം ഫ്രിഡ്ജ് और माइक्रोवेव के साथ होने पर ज़्यादा से ज़्यादा चमक और शान में रहती रसोई. ചമക്കിന തിളങ്ങുക, രസോയി അടുക്കള, സ്യാദ കൂടുതൽ,
ഷാൻ പ്രൗഢി അല്ലെ അഭിമാനം എന്ന വാക്കാണ്. ഇനി നോക്കിയേ, ഗ്രാനൈറ്റ് ചമക്കത്തി രസോയിമേ. ഗ്രാനൈറ്റ് തിളങ്ങുന്നു എവിടെയാ? രസോയി അടുക്കളയിൽ. ഫ്രിഡ്ജ് അത് മൈക്രോവേവ് കെ സാത്ത് ഹോനെ പർ സ്യാദാ സെ സ്യാദാ ചമക്കാവോ. അതായത് ഗ്രാനൈറ്റ് തിളങ്ങുന്നു അടുക്കളയിൽ, ഫ്രിഡ്ജ് മൈക്രോവേവ് അതും കൂടി ആകുമ്പോൾ അങ്ങനെ ചെയ്യുന്നു കൂടുതൽ തിളക്കവും പിന്നെ ഷാൻ പ്രൗഢിയും കൂടും. ഏതിൻ്റെ? അടുക്കളയുടേത്. എന്തൊക്കെയാ നോക്കിയാൽ ഗ്രാനൈറ്റിൻ്റെ തിളക്കമാണ് അടുക്കളയിലെ. ഫ്രിഡ്ജും മൈക്രോവേവും കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ തിളക്കവും പ്രൗഢിയും ആർക്ക് കിട്ടും? അടുക്കളയ്ക്ക് കിട്ടും. അടുത്ത നോക്കിയേ, അടുത്ത സെൻസാം മസഹരി സുരക്ഷാമേ സെമീൻ പർ ധൂപ് കെ ഫൈലാനെ തക്കെ നീന്ത് में पड़ी में मगर नींद के खुलने के पूर्व से നോട്ടീസ് से बैंक की ധമക്കി സ്വപ്ന में ധമക്കിനെ ഭീഷണിപ്പെടുത്തുക. മഗർ എന്നാൽ, നീന്ത് ഉറക്കം, ഫൈൽന പരക്കുക, ധൂപ് വെയിൽ, സെമീൻ തറ, മസഹരി കൊതുക് വല. ഇനി നോക്കിയേ, മസഹരി സുരക്ഷാമേ. മസഹരി സുരക്ഷ എന്ന് വെച്ചാൽ കൊതുക് വലയുടെ സുരക്ഷയിൽ. സെമീൻ ബർ ധൂപ് കെ ഫൈലാനെ തക്ക് നീന്തുമേ പടിമേ. അതായത് കൊതുക് വലയുടെ സുരക്ഷയിൽ, എവിടെ? തറയിൽ. വെയിൽ പരക്കുന്നത് വരെ എന്ത് ചെയ്തു? നീന്ത് ഉറങ്ങിക്കിടന്നു. ആരാമേ എന്ന് വെച്ചാൽ ഞാൻ. മകർ നീന്തക്കെ കൊല്ലിനക്കെ പൂർവ്വഹി നോട്ടീസ് എന്നാൽ ഉറക്കം ഉണരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു? നോട്ടീസ് ബാങ്കിലെ നോട്ടീസ് വന്ന് തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആ സ്വപ്നത്തിൽ. ഓക്കെ, എന്തൊക്കെയാ പറഞ്ഞേ? കൊതുക് വലയുടെ സുരക്ഷയിൽ അല്ലെ സംരക്ഷണത്തിലെ തറയിൽ വെയിൽ പരക്കുന്നത് വരെ ഉറങ്ങിക്കിടന്ന ഞാൻ എന്ത് ചെയ്തു? ആ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിന് മുമ്പ് തന്നെ ആര് വന്നു? ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു അല്ലേ? എന്നെ എന്ത് ചെയ്തു? സ്വപ്നത്തിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതായത് ഉറക്കത്തിൽ നിന്ന് ഞാൻ ഞെട്ടി ഉണർന്നു അല്ലേ? അതോടെ എന്തൊക്കെ പോയി? എൻ്റെ സ്വപ്നവും ഭവനവും ഇല്ലാതാവുകയും ചെയ്തു. അങ്ങനെ ഒരു സ്വപ്നം കാണാൻ പോലുമുള്ള അവകാശം തനിക്കില്ല എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. അതിലൂടെയാണ് പാവപ്പെട്ട ആൾക്കാർ, തൊഴിലാളി വർഗത്തിന് സ്വപ്നം കാണാനുള്ള അവകാശമില്ല എന്ന് ഡോക്ടർ ജെ ബാബു അവരുടെ ആ നിരാലംബ അല്ലേ ആ ഒരു ഇതാണ് കാണിച്ചത്. എന്നുവെച്ചാൽ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആൾക്കാരുടെ ദുഃഖവും പ്രയാസമാണ് ഇതിലൂടെ ചൂണ്ടിക്കാണിച്ചത്. നമുക്കിതിൻ്റെ ക്ലാസ്സിൻ്റെ അടുത്ത ക്ലാസ്സിലെ ഇതിൻ്റെ സമറി തരും. ഇത് ഇപ്പോൾ വായിച്ച് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ.